ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന നക്ഷത്രക്കാർ എല്ലാ മാസവും ഞാനീ പറയുന്ന 2 ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം ചെയ്താൽ അതോടെ അവരുടെ ജീവിതം മാറി, അതോടെ അവർ രക്ഷപ്പെടുമെന്നുള്ളതാണ്. ചെയ്തു നോക്കുക. അപ്പോൾ അതേതൊക്കെ നക്ഷത്രക്കാരാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അതെന്നും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ജീവിതം മാറ്റുന്ന ഒരു അറിവായിട്ടൊരു നിധി പോലെ ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്. മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനീ പറയുന്ന നക്ഷത്രക്കാർ എല്ലാ മാസവും ഉണ്ട്. ഞാനീ പറയുന്ന 2 ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം ഒന്ന് ചെയ്തു നോക്കുക. പിന്നെ ലളിതമായ ചില കാര്യങ്ങൾ ചെയ്യണം. അതോടെ അവർ രക്ഷപ്പെട്ടു. യാതൊരു സംശയം വേണ്ട. വിശ്വാസത്തോടെ ചെയ്താൽ പിന്നെ നമ്മളോട് പ്രയത്നിക്കണം. അപ്പം ഞാൻ ആ നക്ഷത്രക്കാർ ഏതാണെന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും. എല്ലാം നല്ല കാര്യങ്ങൾ ആണ് പറയുന്നത്. ഞാൻ ചെയ്യുന്ന രീതി പറയും. എന്നിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം. ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. പിന്നെ ഈശ്വരീയമായ നല്ല അറിവുകൾ, ഏത് ദേവതയെ വിളിക്കണം, ഏത് മന്ത്രം ജപിക്കണം, ഏതൊക്കെ ദിവസം ക്ഷേത്രത്തിൽ പോകണം, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, പിന്നെ ശിവ രഹസ്യമായ ചില വിദ്യകൾ. അത് ഞാൻ പറയുന്നത് വേറെ ആരും ഒരിടത്തും പറഞ്ഞു തരത്തില്ല. അത് നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്കറിയാം, ഫലം ഉണ്ടായിട്ടുള്ളവർക്കറിയാം. അങ്ങനെയുള്ള ശിവന്റെയും ഭദ്രകാളിയുടെയും ഒക്കെ ഓരോ നക്ഷത്രക്കാരും അല്ലെ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ വെച്ച് അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ, ലളിതമായ കാര്യങ്ങൾ, അതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർക്ക് ചെയ്യേണ്ട. ഒരു കുഴപ്പമില്ല. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. വാട്സാപ്പിൽ ഇടുന്ന വർക്ക് തന്നെ ഫ്രീ ആകുമ്പോഴാണ് ഞാൻ റിപ്ലൈ ചെയ്യുന്നത്. ഇതാണ് സാഹചര്യം. പറഞ്ഞതേ ഉള്ളൂ. ഇനി വീഡിയോയിലേക്ക് വിശദമായിട്ട് വരുവാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ശ്രദ്ധിച്ചു കേട്ടോണം. ഭരണി, തൃക്കേട്ട, മകം, ഉത്രട്ടാതി, അതോടൊപ്പം അശ്വതി, ആയില്യം, അനിഴം, വിശാഖം, പൂയം, ചതയം, ഈ നാളുകാര് ഞാനീ പറയുന്ന 2 ദിവസം മാസത്തിൽ ശിവക്ഷേത്രത്തിൽ ഒന്ന് പോവുക. പറയുന്ന ലളിതമായ കാര്യം ചെയ്യുക. അതോടെ അവരുടെ ജീവിതം രക്ഷപ്പെടുമെന്നുള്ളതാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളത് വിശദമായിട്ട് കേട്ടിട്ട് ചെയ്യണം. ഇനി ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാണെങ്കിലും അല്ലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ മക്കളോ ഭാര്യ ആരൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഇത് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. അപ്പം ഇത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ആ നക്ഷത്രം ഒന്നുകൂടെ പറയാം. അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി, ഈ നക്ഷത്രക്കാരും അവർ സൂര്യകർമ്മ, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് സൂര്യകർമ്മയും വ്യാഴകർമ്മയും വരുന്നവരാണ്. ഭരണി, തൃക്കേട്ട, മകം, ഉത്രട്ടാതി അവർ തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് DNA അസ്ട്രോളജി അനുസരിച്ച് ചന്ദ്രകർമ്മ വരുന്നവരാണ്. ചന്ദ്രകർമ്മയും വ്യാഴകർമ്മയും വരുന്നവരാണ്. പിന്നെ വിശാഖം, പൂയം, ചതയം തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് രാഹു കർമ്മയും ചന്ദ്രകർമ്മയും വരുന്നവരാണ്. അപ്പോൾ സൂര്യകർമ്മയും വ്യാഴകർമ്മയും വരുന്ന നക്ഷത്രങ്ങൾ, പിന്നെ ചന്ദ്രകർമ്മ, വ്യാഴകർമ്മ വരുന്ന നക്ഷത്രങ്ങൾ, രാഹുകർമ്മയും ചന്ദ്രകർമ്മയും, അതായത് ഇത്രയും നക്ഷത്രങ്ങൾ. അപ്പം ഈ ഭരണി, തൃക്കേട്ട, മകം, ഉത്രട്ടാതി എന്ന് പറഞ്ഞ നക്ഷത്രങ്ങൾക്ക് ചന്ദ്രകർമ്മയാണെങ്കിലും വ്യാഴകർമ്മയും കൂടെ അതിൻ്റെ കൂടെ ആടാകുന്നുണ്ട്. അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി ഈ നാളിന് സൂര്യകർമ്മയാണേലും അതിന് കൂടെ വ്യാഴകർമ്മയും കൂടെ ആടാകും. വിശാഖം, പൂയം, ചതയം ഈ നക്ഷത്രക്കാർക്ക് രാഹുകർമ്മ വരുന്നുണ്ടെങ്കിലും ചന്ദ്രകർമ്മയും കൂടെ ആടാകും. ഇത്രയും നക്ഷത്രക്കാർ മാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചയും വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചയും ഈ 2 തിങ്കളാഴ്ചകളും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഞാനീ പറയുന്ന കാര്യം ക്ഷേത്രത്തിൽ ചെയ്യുക. നിങ്ങളുടെ ജീവിതം അതോടെ രക്ഷപ്പെടും. വിശ്വാസത്തോടെ ചെയ്താൽ പാൽപ്പായസം, പിൻവിളക്ക് രസീത് എടുത്ത് വെച്ചാൽ മതി. കൂവളത്തിലെ അർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഈ 4 കാര്യം കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചയും വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ പോയി രാവിലെ ചെയ്യുക. ഈ നക്ഷത്രക്കാർ അതോടെ അവരുടെ ജീവിതത്തിൽ മാറ്റം വരും, അവർ രക്ഷപ്പെടുമെന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഈ കർമ്മ രഹസ്യങ്ങൾ ഈ നക്ഷത്രങ്ങളുടെ പല വീഡിയോയിലും പറയാറുണ്ട്. ഈ തമിഴ് സിദ്ധ ജ്യോതിഷം അല്ലെ DNA അസ്ട്രോളജി എന്ന് വെച്ചാൽ അത് സിദ്ധന്മാരുടെ
സിദ്ധന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്ന സിദ്ധന്മാരല്ല, ഹിമാലയത്തിലൊക്കെ തപസ്സിരിക്കുന്ന ശിവയോഗികളെ, അതായത് ശിവനായി തീർന്ന ആ സിദ്ധന്മാരുടെ ഒരു ഇതാണ് ഈ തമിഴ് ശുദ്ധ ജ്യോതിഷം അല്ലെ DNA അസ്ട്രോളജി. അതിനകത്ത് കർമ്മ ബേസാണ്. നക്ഷത്രങ്ങൾക്ക് കർമ്മയുണ്ട്. അപ്പൊ ആ കർമ്മ അനുസരിച്ചുള്ള ഒരു ചില കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്നുള്ളതാണ്. അപ്പൊ ഈ ഇത്രയും നക്ഷത്രക്കാര്, അതായത് ഭരണി, തൃക്കേട്ട, മകം, ഉത്രട്ടാതി, അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി, വിശാഖം, പൂയം, ചതയം, ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ മക്കളോ സഹോദരങ്ങളോ നിങ്ങളോ ആര് തന്നെ ആയിക്കോട്ടെ, ഈ പറഞ്ഞ കാര്യം കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച രാവിലെയും വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച രാവിലെയും ഈ മാസത്തിൽ 2 ദിവസം രാവിലെ ചെയ്യണം. ഈ 4 കാര്യം ശിവക്ഷേത്രത്തിൽ, അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെയ്യുക. അതിനകത്ത് കാര്യമുണ്ട്. അപ്പം പാൽപ്പായസം മുൻജന്മ കർമ്മദോഷം മാറാനാണ്. പിൻവിളക്ക് പാർവതിയുടെ അനുഗ്രഹം കിട്ടും. കൂവളത്തിലെ അർച്ചനയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യണം. പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആവും. ഇത് രാവിലെ ചെയ്യണം. ഇനി ഇതിന്റെ പുറകിലുള്ള കാര്യം പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ ഞാൻ ഈ തിങ്കളാഴ്ച ശിവന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രം ആര് ദർശനം നടത്തിയാലും അവര് ഭക്തിയോടെ ഭഗവാനെ വിളിച്ചാൽ ആ വ്യക്തി രക്ഷപ്പെട്ടിരിക്കും, സംശയമൊന്നും വേണ്ട. തിങ്കളാഴ്ച ദിവസം, പിന്നെ തിങ്കളാഴ്ച ദിവസം നമ്മൾ എന്തുകൊണ്ടാണ് തിങ്കളാഴ്ച ദിവസത്തിന്റെ രഹസ്യം പറയാം. ശിവനും തിങ്കളാഴ്ചയുമായി ബന്ധപ്പെട്ട രഹസ്യം പറഞ്ഞുതരാം. അതായത് ഇപ്പം ഈ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയും വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയും അറിയാൻ വലിയ പാടൊന്നുമില്ല. കലണ്ടറെ നോക്കുക, കറുത്ത വട്ടം കാണും, അത് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ തിങ്കളാഴ്ചയും എടുക്കുക. പിന്നെ കലണ്ടറെ നോക്കുക, വെളുത്ത വട്ടം കാണും ഈ ഡേറ്റിന്റെ താഴെ, അത് കഴിഞ്ഞ് വരുന്ന ആദ്യം വരുന്ന തിങ്കളാഴ്ചയും എടുക്കുക. ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ഉള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. സ്വയം ആരുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഇത് നിങ്ങൾ ചെയ്യുക. ഇനി തിങ്കളാഴ്ച ശിവനുമായി ബന്ധപ്പെട്ട രഹസ്യം പറഞ്ഞുതരാം. അതായത് തിങ്കളാഴ്ച ദിവസം നമ്മൾ ശിവനെ വിളിച്ചാൽ, ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നമ്മളുടെ മുൻജന്മ കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും, പാപങ്ങൾ മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിയാതെ അറിഞ്ഞുകൊണ്ടും പല ശാപങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ ശാപങ്ങളോടുകൂടി എന്തൊക്കെ വഴിപാട് ചെയ്താലും എന്തൊക്കെ തൊഴിൽ ചെയ്താലും നമുക്ക് വേണ്ട രീതിയിൽ ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല. അതുമല്ല, ഈ ശാപങ്ങൾ പല അറിഞ്ഞോ അറിയാതെ കിട്ടുന്ന ചില ശാപങ്ങളുണ്ട്. അതുപോലെ തന്നെ മുൻജന്മ കർമ്മദോഷങ്ങളുണ്ട്. ഇത് രണ്ടിനും മാറ്റം വരാൻ തിങ്കളാഴ്ചത്തെ ശിവക്ഷേത്ര ദർശനം മതി. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നല്ലതുകൂടെ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ശാപങ്ങൾ പൂർണ്ണമായിട്ട് മാറുമെന്നല്ല പറഞ്ഞത്, ഒരു നല്ല രീതിയിൽ അത് മാറ്റം വരും. കുറച്ചൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം. ഒരു നല്ല രീതിയിൽ ഒരു മാറ്റം വരും, നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകും. പിന്നെ മുൻജന്മ കർമ്മദോഷം, അതിലും കുറച്ചൊക്കെ ഒരു മാറ്റം വരും. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള മാറ്റങ്ങൾ വരും. പിന്നെ കുറച്ചൊക്കെ നമ്മളെല്ലാം അനുഭവിച്ച് തന്നെ തീർക്കണം, അങ്ങനെ ഉണ്ട് കേട്ടോ. എന്നാലും ഒരു ജീവിതം മാറാനുള്ള, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനുള്ള മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുമെന്നുള്ളതാണ്. അപ്പൊ ഈ കറുത്തവാവ് കഴിഞ്ഞ ഒരു തിങ്കളാഴ്ചയ്ക്കും വെളുത്തവാവ് കഴിഞ്ഞ ഒരു തിങ്കളാഴ്ചയ്ക്കും ആ ശിവക്ഷേത്രത്തിലെ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പം ഈ തിങ്കളാഴ്ച, അപ്പം നമുക്ക് ഈ ശാപങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിൽ പ്രധാന ഒരു ശാപമാണ് പിതൃശാപം. പിതൃശാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർ ചെയ്ത നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ തലമുറയിൽപ്പെട്ട, നമ്മുടെ മുൻപ് ജീവിച്ചിരുന്നവർ പൂർവികന്മാർ ചെയ്ത ചില തെറ്റുകളുടെ അല്ലെ ചില കർമ്മങ്ങളുടെ കർമ്മദോഷം നമുക്കും വരാം. അത് കൊള്ളാലോ, പൂർവികന്മാർ ചെയ്തത് എന്തിനാ എനിക്ക് കർമ്മദോഷം വരുന്നത്? ന്യായമായുള്ള ചോദ്യമാണ്, സ്വാഭാവികമായ ചോദ്യമാണ്. പക്ഷെ അതിന് ഉത്തരവുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ പൂർവികന്മാർ പുണ്യങ്ങൾ ചെയ്താലും പാപങ്ങൾ ചെയ്താലും ആ തലമുറയിലുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു ഗുണവും ദോഷവും വരാം. കാരണം ഇതെല്ലാം DNA കണക്റ്റഡാണ്, മനസ്സിലായില്ലേ? ആ DNA കണക്ഷനാണ്. അപ്പൊ ഇപ്പൊ എൻ്റെ DNA എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ മുമ്പ് ജീവിച്ചിരുന്ന അവരുടെ ആ കണക്ഷനാണ് DNA. അപ്പൊ എൻ്റെ DNAയിൽ എൻ്റെ അപ്പൂപ്പൻ ജ്യോതിഷം ചെയ്യുമായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ അറിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഗുണം എനിക്ക് കിട്ടി. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആകും. ഈ നമ്മുടെ കുടുംബത്തിൽ മുൻപ് ജീവിച്ചിരുന്ന ആളുകളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളെ, ഗുണങ്ങളെ, ദോഷങ്ങളെ ഒക്കെ അത് ട്രാൻസ്ഫർ ആകുമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെയ്ത കർമ്മദോഷങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആകും, കുറച്ചൊക്കെ ട്രാൻസ്ഫർ ആകും, ആ തലമുറയിലേക്ക് ട്രാൻസ്ഫർ ആകും. അപ്പം നമ്മൾ അതിനുവേണ്ടിയാണ് പിതൃപ്രീതിക്ക് വേണ്ടി നമ്മൾ വാവുബലി ഇടുന്നു, പല കാര്യങ്ങൾ ഞാൻ വീഡിയോ പറയാറുണ്ട്, നമ്മൾ എല്ലാവരും പോയി ചെയ്യുന്നതുമാണ്. പിതൃപ്രീതി നമ്മുടെ DNA-യിൽ
ആ ഒരു 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 മാറ്റങ്ങൾ വരുമ്പോൾ, അല്ലെ നമ്മുടെ ബോധത്തിൽ ആ ഒരു നന്മയുള്ള പ്രാർത്ഥന വരുമ്പോൾ, ആ പിതൃലോകത്തിരിക്കുന്ന അവരുടെ എനർജിയിലും അത് ശുദ്ധീകരണം ഉണ്ടാകും. എനർജീസ് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവരെ സ്മരിക്കുമ്പം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം പിതൃലോകത്തിരിക്കുന്ന അവരുടെ ആ ഊർജത്തിലും ആ ശുദ്ധീകരണം ഉണ്ടാകും. ഇപ്പം നമ്മളെ ബന്ധത്തിൽപ്പെട്ട ഒരാപത്തുണ്ടാകുന്നു, ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്വപ്നം കാണും, അല്ലെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് കാണും. ഇതൊക്കെ ആ ഒരു DNA കണക്ടിവിറ്റി ഉള്ളതുകൊണ്ടും സംഭവിക്കുന്നതാണ്. അവരുമായിട്ട് ഒരു ബന്ധമുള്ളതുകൊണ്ട്, ആത്മബന്ധം ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പിതൃക്കൾക്കും അതിൻ്റെ ഗുണം ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക, അല്ലെങ്കിൽ പിതൃക്കളുടെ ചില പ്രവർത്തികളുണ്ട്, പൂർവികന്മാരുടെ ചില പ്രവർത്തി കൊണ്ട് നമുക്ക് ചില ദോഷങ്ങളും വരാം. അവർ ചിലപ്പോൾ ചില ക്രൂരതകളൊക്കെ ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ഒരു അടുത്ത തലമുറകൾക്കും അത് കൈമാറാം. അത് തലമുറകളിലേക്ക് ഒരു ദോഷമായിട്ട് വരാം. അപ്പം ഇതിനൊക്കെ ഈ തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നല്ലതാണ്. പാൽപ്പായസം, കുവളത്തിലർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പിൻവിളക്ക്. ഇത് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയും വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയും എല്ലാ മാസവും ചെയ്യുക. പറ്റുന്ന പോലെ മാസത്തിൽ 2 തവണ. ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ വീഡിയോ കാണുന്നവർ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ് കേട്ടോ, എനിക്ക് സംശയമൊന്നുമില്ല. അതായത് ഈ തിങ്കളാഴ്ചയും കറുത്തവാവും കൂടെ വരുന്ന ചില ദിവസം, അത് വർഷത്തിലൊക്കെ 2 തവണ വരത്തുള്ളൂ. വർഷത്തിൽ 2 തവണ വരത്തുള്ളൂ, തിങ്കളാഴ്ചയും കറുത്തവാവും. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ അതിവിശേഷമാ ശിവക്ഷേത്രത്തിൽ പോവുക. അത് ഭഗവാന്റെ വ്രതമെടുക്കാൻ പറ്റുന്നവർ ഒരിക്കലും വ്രതമെടുക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഭഗവാന്റെ ഓം നമ ശിവായ ആയിക്കോട്ടെ, ശിവായ നമ ആയിക്കോട്ടെ. പിന്നെ അതുപോലെ അമ്മ പാർവ്വതീദേവിയെ വിളിക്കണം കേട്ടോ. ശിവഭഗവാനെ എപ്പം വിളിച്ചാലും പാർവ്വതീദേവിയെ കൂടെ വിളിക്കണം. അങ്ങനെ ശിവനെയും പാർവതിയെയും വിളിക്കുക, ശിവമന്ത്രങ്ങൾ ജപിക്കുക. എല്ലാം ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. നിങ്ങൾ എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാലും നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ പോകുന്ന ഒരു പുണ്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും. ബാക്കി നിങ്ങൾ കഴിച്ച ഭക്ഷണമോ, നിങ്ങൾ മേടിച്ച സ്ഥലമോ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും നിങ്ങൾ കൊണ്ടുപോകത്തില്ല. ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ വഴിപാടുകൾ ചെയ്ത് ഭഗവാനെ ഭജിച്ചാൽ ആ പുണ്യം നിങ്ങളുടെ കൂടെ കാണും. ഇപ്പം നിങ്ങൾ ചിലവഴിക്കുന്ന 10, 15, 20, 25 എത്ര മിനിറ്റ് ആയിക്കോട്ടെ, ഇത് നിങ്ങളുടെ ആത്മാവിൽ പുണ്യം ഉണ്ടാകുന്ന കാര്യമാണ്. ഇത് മാത്രമേ നിങ്ങൾ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇന്ന് കാണുന്ന, നിങ്ങളെ തിരക്കിട്ട് ഓടുന്ന ഒന്നും നിങ്ങൾ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകത്തില്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ, എന്തിനു വേണ്ടിയാണോ തിരക്കിട്ട് ഓടുന്നത്, ഇതൊന്നും നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ നിസ്സാരമെന്ന് പലരും തോന്നുന്ന ഞാനീ പറയുന്ന 15, 20, 25 മിനിറ്റ് പറഞ്ഞ ഈ ദിവ്യമായ അറിവിൽ നിന്നും നിങ്ങൾ പുണ്യം സമ്പാദിച്ചാൽ ആ പുണ്യം മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ എത്ര വർഷം ജീവിച്ചാലും കൊണ്ടുപോകുന്ന ഒരു പുണ്യമായിരിക്കും. അപ്പം ഞാനീ പറഞ്ഞ കാര്യത്തിൻ്റെ വില മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം കറുത്തവാവും തിങ്കളാഴ്ചയും വരുന്ന ദിവസമുണ്ട് ഈ 2026. അത് 1 ജൂൺ 15-ാം തീയതിയാണ്. ജൂൺ 15-ാം തീയതി 2026. ജൂൺ 14-ാം തീയതി ഉച്ചയ്ക്ക് 12:19 തുടങ്ങി ജൂൺ 15-ാം തീയതി 8:23 വരെ ഉള്ളു, രാവിലെ AM വരെ. ജൂൺ 15-ാം തീയതി 8:23 വരെ ഉള്ളു ഈ അമാവാസ്യ തിഥി, തിങ്കളാഴ്ചയും അമാവാസ്യയും കൂടെ. അപ്പം നിങ്ങൾ ജൂൺ 15-ാം തീയതി കറുത്തവാവും തിങ്കളാഴ്ചയും കൂടെ വരുന്നുണ്ട്. അന്ന് രാവിലെ 8:23 വരെ ഉള്ളൂ ഈ അമാവാസ്യ തിഥി തിങ്കളാഴ്ച. അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ അത് ഡേറ്റ് എഴുതിയിട്ട് നിങ്ങൾ രാവിലെ പോകാൻ ശ്രമിക്കണം. 8:23 മുമ്പായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തണം. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഓടി പെട്ടെടുത്ത് പോകണമെന്നൊന്നും അല്ല പറഞ്ഞേ. അതിന് നേരത്തെ നിങ്ങൾ തയ്യാറെടുപ്പ് എടുത്ത് പോകണം. ധൃതി വെച്ചൊന്നും പോവോ, വണ്ടി ധൃതി വെച്ച് ഓടിക്കുമോ ചെയ്യരുത്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം പോയാൽ മതി, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ നേരത്തെ ഒരു തയ്യാറെടുത്ത് ഈ സമയത്തിനുള്ളിൽ ക്ഷേത്ര ദർശനം നടത്തുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോൾ ഈ സമയം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം ചെയ്താലും ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. തിങ്കളാഴ്ചയും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല. ഈ സമയത്തിന് മുമ്പ് ചെയ്യുവാണ് നല്ല. ധൃതി വെച്ചോ വണ്ടി ധൃതി ഓടിച്ചോ ഒന്നും നിങ്ങൾ പോകരുത് കേട്ടോ. അതുകൂടെ മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് എന്താണോ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക, അതിനപ്പുറം ചിന്തിക്കരുത്. അപ്പം ധൃതി വെച്ച് പോകണമെന്ന് ഇല്ല. നിങ്ങൾ അത് കഴിഞ്ഞ് പോയാലും തിങ്കളാഴ്ച ആയതുകൊണ്ട് ഫലം കിട്ടും, ഒരു കുഴപ്പമില്ല. പിന്നെ രാവിലെ പറ്റുന്നവർ 8:23 മുമ്പായിട്ട് പറ്റുന്നവർ പോവുക. പാൽപ്പായസം, കൂടത്തിലർച്ചന, മൃത്യുഞ്ജയാർച്ചന, പിൻവിളക്ക് ശിവഭഗവാനെ ചെയ്ത് പ്രാർത്ഥിക്കുക. ഓം നമ ശിവായ ജപിക്കാം, ശിവായ നമ ജപിക്കാം, ശിവശിവ ജപിക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. പിന്നെ പാർവ്വതീദേവിയും കൂടെ വിളിക്കാം. നിങ്ങൾ അന്നേ ദിവസം അന്നദാനങ്ങൾ ചെയ്യുക. അന്നേ ദിവസം ഉച്ചയുറക്കം പാടില്ല. പിന്നെ നമ്മൾ ആരെയും കളിയാക്കരുത്, പൊങ്ങച്ചം പറയരുത്, അഹങ്കാരം പറയരുത്. നമ്മൾ അന്ന് ഈ മത്സ്യം മാംസമൊന്നും കഴിക്കരുത്. മനസ്സിലായില്ലേ? നല്ല ഭക്ഷണങ്ങൾ, സാത്വികമായ ഭക്ഷണങ്ങളെ കഴിക്കാവുള്ളൂ. അങ്ങനെ ശിവനെ നിങ്ങൾ വിളിക്കുക.
ജൂൺ 15, 2026. പിന്നെ വരുന്നത് കറുത്തവാവും തിങ്കളാഴ്ചയും കൂടെ വരുന്നത് നവംബർ 9, 2026. നവംബർ 9, 2026. അത് ഉച്ചയ്ക്ക് നവംബർ 9 ഉച്ചയ്ക്ക് 12:31 വരെ ഉണ്ട് അമാവാസ്യ തിഥി. അന്ന് ഉച്ച വരെ ഉണ്ട്. അപ്പം ജൂൺ 15, 2026 നവംബർ 9, 2026 കറുത്തവാവും തിങ്കളാഴ്ചയും കൂടെ ചേർന്ന് വരികയാണ്. വർഷത്തിൽ 2 ദിവസമേ ഉള്ളൂ. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കോണം. ഭഗവാന്റെ ഇതുപോലെ അനുഗ്രഹം കിട്ടുന്ന ദിവസം വേറെ അത്യപൂർവമായ ദിവസമാണ്. വർഷത്തിൽ 2 വരത്തുള്ളൂ. ഞാൻ ഇതിന് കൂടുതൽ നിങ്ങൾ പറഞ്ഞു തരുക. അപ്പം ഇനിയും ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയെക്കുറിച്ചും വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയെക്കുറിച്ചുമാണ്. അത് എല്ലാ മാസവും ഉണ്ട്. മാസത്തിൽ 2 തവണയുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പോയി അന്നും രാവിലെ പാൽപ്പായസം, അതുപോലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കൂവളത്തിലെ അർച്ചന, പിൻവിളക്ക് ചെയ്യണം. ഇനിയും ഈ ജൂൺ 15, 2026 നവംബർ 9, 2026 അത് എല്ലാ നക്ഷത്രക്കാർക്കും പോകാം കേട്ടോ. അതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല. ഇനിയും കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചയും വെളുത്തവാവ് കഴിഞ്ഞ തിങ്കളാഴ്ചയും ഞാനീ പറഞ്ഞ നക്ഷത്രക്കാർ ഉറപ്പായിട്ടും പോകണം. ഞാനൊരു കുറച്ച് നക്ഷത്രം പറഞ്ഞല്ലോ. അതോടൊപ്പം 27 നക്ഷത്രക്കാർക്കും പോകാം, ഫലം ഉണ്ടാകും. അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഞാനീ പറഞ്ഞ നക്ഷത്രക്കാർ ഉറപ്പായിട്ടും പോകണം. അവർക്കത് വലിയ പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കും. അവർക്കത് വളരെ പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ്. ഇനി മാതൃശാപം എന്ന് പറയുന്നത്, മാതൃശാപം ഒന്നുകിൽ നമ്മുടെ അമ്മയെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ള സ്ത്രീകളെ വേദനിപ്പിക്കുക, അങ്ങനെ ഉണ്ടാകുന്ന ശാപം. അങ്ങനെ ഉണ്ടാകുന്ന ശാപം കൊണ്ട് എന്തോ ദോഷം ഉണ്ടാകുന്നത്. ഈ ശാപം എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല നമുക്ക് ശാപം ഉണ്ടെന്ന്. ആരും പറഞ്ഞിട്ടില്ല. ഈ സീരിയലിനകത്തെ പോലെ വെള്ളം എടുത്തിട്ട് നിന്നെ ശപിക്കാൻ പോകാൻ ഇങ്ങനെ ശപിക്കുകയല്ല ആരും ചെയ്യുന്നത്. മനസ്സ് നൊന്താൽ മതി. നമുക്ക് ശാപം ഉണ്ടെന്ന് നമുക്കറിയത്തില്ലായിരിക്കും. ശപിക്കുന്ന ഒരു ശാപമാണെന്നും പറഞ്ഞല്ല. പക്ഷെ അവരുടെ മനസ്സും ന്യായമായിട്ട് നമ്മളൊരു തെറ്റ് ചെയ്ത് ന്യായമായിട്ട് നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടല്ലേ ഫലിക്കത്തുള്ളൂ. അവരത് മനസ്സുകൊണ്ട് ഈശ്വര എന്ന് മനസ്സുകൊണ്ട് അവർ വേദനിക്കുമ്പം അത് ശാപമായിട്ട് വരും കേട്ടോ. അങ്ങനെ ശാപം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നാൽ നിന്നെ ശപിച്ചേക്കാം, അങ്ങനെ ശപിച്ചാലൊന്നും ഏക്കത്തൊന്നുമില്ല. നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ലെങ്കിൽ വേറൊരാളിൽ നിങ്ങൾ അനീതി കാണിച്ചു, അവരുടെ മനസ്സ് നൊന്താൽ അതിന് ന്യായമുണ്ടെങ്കിൽ അത് ശാപമായിട്ട് വരും. അത് നമ്മൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ ദുരിതങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ ശിവന് ഈ കറുത്തവാവ് കഴിഞ്ഞ തിങ്കളാഴ്ചയും വെളുത്തവാവ് കഴിഞ്ഞ തിങ്കളാഴ്ചയും മാസത്തിൽ 2 തിങ്കളാഴ്ചയും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ അതെല്ലാം പമ്പ കടക്കും. ഇത് എല്ലാവർക്കും ചെയ്യാം. പക്ഷെ ഞാനീ പറഞ്ഞ വിശാഖം, പൂയം, ചതയം, അശ്വതി, ആയില്യം, അനിഴം, പൂരിരുട്ടാതി, ഭരണി, തൃക്കേട്ട, മകം, ഉത്രട്ടാതി ഈ 4 ഉറപ്പായിട്ടും ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഈ മാതൃശാപം ഉണ്ടെങ്കിൽ വരുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സമാധാനം കാണത്തില്ല. മൈൻഡ് അങ്ങ് പോവും. മൈൻഡ് എന്നാ ഉണ്ടെങ്കിലും മൈൻഡ് പോയാൽ പോയില്ലേ. മനസ്സിന് എപ്പോഴും ടെൻഷൻ. മനസ്സ് പോയി എന്ത് സൗഭാഗ്യങ്ങളിൽ കഴിഞ്ഞാലും മനസ്സ് പോയാൽ പോയി. മനസ്സിലായല്ലേ? അപ്പം മനസ്സിന് സമാധാനം കിട്ടത്തില്ല എന്നുള്ളതാണ്. പിന്നെ ദേവശാപം എന്ന് വെച്ചാൽ ചിലത് കണ്ടിട്ടില്ലേ, ചുമ്മാ ഇരുന്ന് ഈശ്വരന്മാരെ കുറ്റം പറയുക, അല്ലെ ക്ഷേത്രങ്ങളെ കളിയാക്കുക. അവർ ഇതിനെ കൊട്ടക്കണക്കിന് മേടിച്ചുകൊണ്ടിരിക്കുക. അവരറിയുന്നില്ല, ഒരു സൈഡിൽ അവർ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്നാങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു ആപത്തോ അല്ലെങ്കിൽ ഒരു ദുരിതങ്ങളോ ഒക്കെ ഉണ്ടായി കഴിയുമ്പം ചിലപ്പം ചിന്തിക്കും, അയ്യോ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ അല്ലെ എൻ്റെ നാക്കിൻ്റെ ആണല്ലോ എന്ന് ചിലർ ചിന്തിക്കും. ചിലരത് അറിയത്തില്ല. ചിലർ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം ദേവനെ ഈശ്വരനെ നിന്ദിക്കുക, അതുപോലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പിഴവുകൾ വരുത്തുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, പിന്നെ അവഗണനകൾ, ഈശ്വരനെ നിന്ദിക്കുക, അവഗണിക്കുക, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകും ദേവശാപം ഉണ്ടാകും. അപ്പോൾ ഈ ദേവശാപം കൊണ്ട് വരുന്ന കുഴപ്പം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റത്തില്ല, എപ്പോഴും തടസ്സമായിരിക്കും. മനസ്സിലായോ? ഇതെല്ലാം മാറാനേ കറുത്തവാവ് കഴിഞ്ഞ തിങ്കളാഴ്ചയും വെളുത്തവാവ് കഴിഞ്ഞ തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം ചെയ്ത് വഴിപാട് ചെയ്താൽ മതി. ഈ ശാപങ്ങളൊക്കെ മാറിക്കിട്ടും. എല്ലാ ശാപവും മാറും. പൂർവ്വജന്മ കർമ്മദോഷവും മാറും. ഭഗവാന്റെ ശിവന്റെയും പാർവതിയുടെ അനുഗ്രഹം ഉണ്ടാകും. അത്ര തന്നെ. അതിനുള്ള വഴിയായി പറഞ്ഞു തരുന്നത്. അല്ല നിങ്ങൾ ഈ ശാപം എല്ലാം കൂടെ ചുമന്ന് നടക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് ശാപം ഉണ്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നാണ് മനസ്സിലാകുന്നതാണ്. അതിന്റെ ലക്ഷണങ്ങളായി പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനിയും പറയാൻ പോകുന്നത് ഗുരുശാപം. മിക്കവാറും ഇപ്പോഴത്തെ എല്ലാ പിള്ളേർക്കും ഉണ്ട്. മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. ഗുരുവിനെ കളിയാക്കുക, ഗുരുവിനോട് ബഹുമാനം കാണിക്കാതിരിക്കുക, ഗുരുവിനെ അവഗണിക്കുക, ഗുരുവിനെ നിന്ദിക്കുക, ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നല്ല ആളുകളും ഉണ്ട് കേട്ടോ, നല്ല കുട്ടികളും ഉണ്ട്. ഞാൻ +2
ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ ഇത് ട്യൂട്ടോറിയൽ കോളേജ്. അത് ഞാൻ പഠിപ്പിച്ചത് അക്കൗണ്ടൻസിയാണ്. അക്കൗണ്ടൻസി ഒരു പേപ്പർ ഞാൻ പഠിച്ച പിള്ളേർ സെക്കൻഡ് ക്ലാസ്സും ഉണ്ട്, ജയിച്ചിട്ടും ഉണ്ട്. അവരൊക്കെ എന്നോട് ഇപ്പോഴും വഴി വെച്ച് കാണുമ്പോൾ ആ ഒരു ബഹുമാനവും സ്നേഹവും ഉണ്ട്. അതൊരു ഗുരുത്വമാണ്. ഈ ഗുരുക്കന്മാർ അല്ലെ ഏതും ആയിക്കോട്ടെ, നമുക്കൊരു വിദ്യ പറഞ്ഞു തരുന്ന ഒരാളെ നമ്മൾ, അതൊരു കുട്ടിയായിരിക്കും അല്ലെ ആരും ആയിക്കോട്ടെ, നമുക്കൊരു വിദ്യ പറഞ്ഞു തരുന്ന ആൾ ഗുരുവാണ്. അതാരും ആയിക്കോട്ടെ, അവരെ നമ്മൾ ബഹുമാനിക്കണം. അതാണ് ഗുരുത്വം. ഈ ഗുരുത്വത്തിൻ്റെ ഗുണം എന്നാണെന്നറിയോ? ഏത് ആപത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു കുഴി വീണാൽ പോലും, അല്ലെ ഒരു കൊക്ക വീണാൽ പോലും ഒരു പിടിവള്ളി കിട്ടും, അല്ലെ നമ്മളെ ആരെങ്കിലും വന്ന് രക്ഷിക്കും, അല്ലെ നമ്മൾ താഴെ വീണാലും നമ്മൾ മരിക്കത്തില്ല, എവിടെങ്കിലും തങ്ങി നിൽക്കും, അല്ലെ എങ്ങനെ രക്ഷപ്പെടും, ഒരു പിടിവള്ളി കിട്ടും. അതാണ് ഗുരുത്വം. അപ്പം ഗുരുശാപം ഉണ്ടെങ്കിൽ വരുന്ന കുഴപ്പം, വിദ്യ പഠിച്ച തൊഴിൽ കൊണ്ട് ഗുണം കിട്ടത്തില്ല. ചിലർ കണ്ടിട്ടില്ലേ, വലിയ MBA ഒക്കെ ആയിരിക്കും പഠിച്ചിരിക്കുന്നത്, ചിലപ്പോൾ BMBA ആയിരിക്കും, മോശമാണെന്നല്ല പറഞ്ഞാൽ, പക്ഷെ പഠിച്ച തൊഴിലായിരിക്കത്തില്ല ചെയ്യുന്നത്, അവൻ അതുകൊണ്ട് ഗുണപ്പെടത്തില്ല. അപ്പം ഏത് തൊഴിലും മഹത്വമുണ്ട്, മോശമാണെന്നല്ല പറഞ്ഞാൽ, പക്ഷെ പഠിച്ചതിനനുസരിച്ചുള്ള തൊഴിലായിരിക്കത്തില്ല ചെയ്യുന്നത്. പഠിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഗുണം കിട്ടത്തുള്ളൂ. വിദ്യാശാപം അല്ലെ ഗുരുശാപം. അപ്പം ഇതിനൊക്കെ ഈ തിങ്കളാഴ്ചത്തെ ഈ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയും വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയും ഞാനീ പറയുന്ന എല്ലാ ശാപങ്ങൾക്കും ശിവക്ഷേത്ര ദർശനം രാവിലെ നടത്തി ഈ 4 വഴിപാട്, പാൽപ്പായസം, പിൻവിളക്ക്, കൂവളത്തിലെ അർച്ചന, ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലി, ഇത് ചെയ്താൽ മതി. ഭഗവാൻ ശിവന്റെയും പാർവതിയുടെയും അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യാഴം മാറിയാലും ശനി മാറിയാലും നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ആര് മാറിയാലും നിങ്ങളെ ഒന്നും ബാധിക്കത്തില്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് വേണ്ടത്. എപ്പോഴും വ്യാഴവും ശനിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കും ഗോചരത്തിൽ. അതിനനുസരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വരുമെന്ന് വലിയ ഉയർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്ന ആർക്കെങ്കിലും ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ടോ? ചിലർക്ക് വല്ലതും അങ്ങനെ നമ്മൾ ഉയർച്ച എന്നൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നക്ഷത്രം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യുമ്പോഴേ അടിസ്ഥാനപരമായിട്ട് മാറത്തുള്ളൂ. നമ്മുടെ കർമാസ് ന്യൂട്രലൈസ് ആവണം. അല്ലാതെ എപ്പോഴും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, അത് മാറുന്നു ഇത് മാറുന്നു സാറേ ദോഷമുണ്ടോ. ഞാൻ പറയും മാറിക്കോട്ടെ, അതിന് നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ കർമാസ് മാറണം. ഇന്ന നക്ഷത്രം അനുസരിച്ച് നിങ്ങൾക്ക് ഇന്ന കർമ്മദോഷങ്ങളുണ്ട്, അത് മാറണമെങ്കിൽ അതിനുള്ള പ്രവർത്തികൾ ചെയ്യണം. വ്യാഴവും ശനിയും ഒക്കെ എങ്ങോട്ട് വേണേൽ മാറിക്കോട്ടെ, നിങ്ങൾ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ ശിവപാർവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും വെച്ചടി കയറ്റമേ വരത്തുള്ളൂ. അങ്ങനെയുള്ള എന്നും ഉയർച്ച ഉണ്ടാകുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അല്ലാതെ ദോഷങ്ങൾക്ക് പുറകെ ദോഷങ്ങൾ മാത്രം ചിന്തിച്ചു നടക്കുന്നവരാണെങ്കിൽ ആ ദോഷങ്ങൾ തന്നെ ചിന്തിക്കുന്നവർക്ക് അതുപോലുള്ള കാര്യങ്ങൾ തന്നെ വരത്തുള്ളൂ. രക്ഷപ്പെടാനുള്ള വഴി, നല്ല കാര്യം, മുന്നിലൊരു വഴി കാണുമ്പം അതിനെക്കുറിച്ച് പറഞ്ഞു തരുമ്പം അതിനു വേണ്ടി പ്രയത്നിക്കുന്നവർ ജീവിതത്തിൽ ഇതൊന്നും ബാധിക്കത്തില്ല. അവരെപ്പോഴും ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം നല്ല കാര്യം നമുക്ക് രക്ഷപ്പെടാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്തോ ചെയ്താലും മാറ്റം ഉണ്ടാകുന്നത് അത് അറിയേണ്ടത്. അല്ലാതെ നാളെ മാറും മറ്റന്നാൾ മാറും എന്നിട്ട് ആരെങ്കിലും മാറുന്നുണ്ടോ? അടിസ്ഥാനപരമായ മാറ്റം വരണം, കർമാസിൽ മാറ്റം വരണം. അപ്പം അതിനുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യുന്നവർക്കെല്ലാം അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇനിയും പറയാൻ പോകുന്ന സ്ത്രീശാപം എന്ന് വെച്ചാൽ സ്ത്രീകളെ വിഷമിപ്പിക്കുക. ചിലരുണ്ടല്ലോ സ്ത്രീകളെയൊക്കെ ചതിച്ചിട്ടൊക്കെ പോകുന്നവന്മാർ, അവർക്കൊക്കെ എവിടെങ്കിലും പണി കിട്ടും. അവരും കല്യാണം കഴിച്ചു, ഒരു പെണ്ണിനെ ചതിച്ചിട്ട് വേറെ കല്യാണം കഴിച്ചു, അവനും പിള്ളേരുണ്ടാകും, എവിടെയെങ്കിലും പണി കിട്ടും. അത് ശാപങ്ങൾ, സ്ത്രീശാപങ്ങൾ കുടുംബം, ഒരു നല്ലൊരു ദാമ്പത്യ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സ്ത്രീകളുടെ ശാപം മേടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെല്ലാം നമ്മുടെ ഒരു തെറ്റ് പറ്റിപ്പോയാൽ നമ്മളതിന് ഈശ്വരനോട് ക്ഷമ പറയുക, ആ വ്യക്തിയോട് മനസ്സുകൊണ്ട് ക്ഷമ പറയുക, ഇനിയെങ്കിലും തെറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ശിവക്ഷേത്രത്തിൽ ഈ തിങ്കളാഴ്ചകളിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയും വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയും വഴിപാടുകൾ ചെയ്യുക. ജീവിതത്തിൽ മാറ്റം വരും, എല്ലാം മാറും, രക്ഷപ്പെടും. ഇനി നാഗശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പ ആരാധന ഉള്ള സ്ഥലങ്ങളിൽ കയറി അവിടെ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം, അല്ലെ സർപ്പ ആരാധനയ്ക്ക് പിഴവ് വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നാഗശാപം ഉണ്ടാകുമ്പം പ്രത്യേകിച്ച് സന്താനങ്ങളെ കൂടുതൽ ബാധിക്കുന്നത്. സന്താനങ്ങൾ ഉയർച്ചയ്ക്ക് തടസ്സം, പല പ്രശ്നങ്ങൾ, അതുപോലെ സാമ്പത്തിക തടസ്സം, കടം, ഇതൊക്കെ ഉണ്ടാകാം. അപ്പം ഇതിനെല്ലാം തിങ്കളാഴ്ച ദിവസങ്ങളിൽ
മാസത്തിൽ 2 തിങ്കളാഴ്ച, ആ കറുത്തവാവ് കഴിഞ്ഞും വെളുത്തവാവ് കഴിഞ്ഞും വരുന്ന തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനവും ഈ 4 വഴിപാടുകളും ചെയ്യുന്നത് ഏറ്റവും നിങ്ങളുടെ ജീവിതം മാറ്റിയിരിക്കും. അപ്പോൾ ഇത് നിങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക. അപ്പം പിന്നെ ഞാൻ 2 ദിവസം കൂടെ പ്രത്യേകം പറഞ്ഞു തന്നു. ജൂൺ 15, 2026 നവംബർ 9, 2026 കറുത്തവാവും തിങ്കളാഴ്ച ഒറ്റ ദിവസം വരുന്നു. അന്ന് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തണം കേട്ടോ. അപാരമായ അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ. ഈ 4 വഴിപാട് ചെയ്യുക. അതോടൊപ്പം അന്നദാനം പറ്റുവാണെങ്കിൽ ചെയ്യുക. പറ്റുന്ന പോലെ ശിവനെ എത്രയും ഭജിക്കാവോ അത്രയും ഭജിക്കുക. പാർവ്വതീദേവിയെ വിളിക്കുക. മനസ്സ് ശുദ്ധമായിരിക്കുക. ഉച്ചയുറക്കം പാടില്ല. പിന്നെ നല്ല സ്വാത്വിക ഭക്ഷണം കഴിക്കാവുള്ളൂ. മീനെ ഇറച്ചിയൊന്നും കഴിക്കരുത്. സ്വാത്വിക ഭക്ഷണം കഴിക്കുക. അങ്ങനെ ആ ഭഗവാനെ എന്നുള്ള ചിന്തയിൽ നിങ്ങളന്ന് ക്ഷേത്ര ദർശനവും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന പുണ്യം ഇതായിരിക്കും. നിങ്ങളിപ്പോൾ ഈ ചെലവഴിച്ച 15-20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അറിഞ്ഞ ഈ കാര്യം നിങ്ങൾ ചെയ്താൽ ഈ കാര്യമായിരിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു പുണ്യത്തിലൊന്ന്. ബാക്കി നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഓടുന്നത്, നിങ്ങൾ എന്തൊക്കെയാണോ രസമാണെന്ന് വിചാരിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണോ ആസ്വദിക്കുന്നത്, അതൊന്നും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പോകുന്നില്ല. ഞാനീ പറഞ്ഞ കാര്യത്തിൽ ആ പുണ്യം ആയിരിക്കും നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത്. ഇത് അറിഞ്ഞു ചെയ്യുന്നവര്. എനിക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഞാൻ പുത്തൻകാവലമ്പലത്തിൽ പോയിട്ട് ചിലപ്പം അവിടെ ആളുകൾ വരും, അവരെ കാണും, എനിക്കറിയാൻ നല്ല കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പം പുത്തൻകാവലമ്പലത്തിൽ ഇന്ന് ഒരു ആൾ വന്നായിരുന്നു. അവർക്ക് 2 സ്ഥലം വിൽപ്പനയായി. 2 സ്ഥലം അവരുടെ അതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത നമ്പറൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ സത്യമുള്ള കാര്യം പറയത്തുള്ളൂ. 2 സ്ഥലം വിൽപ്പനയായി. പുത്തൻകാവലമ്മയ്ക്ക് അറുനാഴി പായസം കഴിച്ചതാണ്. അപ്പോൾ അവർ ഇന്ന് എന്നെ ഇവിടെ ഓഫീസിൽ വന്നപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. വെള്ളിയാഴ്ച ഞാൻ ചിലപ്പം പുത്തൻകാവലമ്മയെ കണ്ടിട്ട് അല്പനേരം ഇവിടെ ഇരിക്കും, വെള്ളിയാഴ്ച മാത്രം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു. അവരെന്നെ കാണാൻ വന്നിരുന്നു. അവരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച കാണാമെന്ന് മെസ്സേജ് ചെയ്തു. ഇവിടെ അവരുടെ നമ്പറും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 2 സ്ഥലം വിൽപ്പനയായി. ഇന്നത്തെ കാര്യം പറയുന്നത്. വിൽപ്പനയായിട്ട് ഇന്ന് അമ്മയ്ക്ക് അറുനാഴി പായസം ചെയ്യാൻ വന്ന ഈ അടുത്ത ആഴ്ചകളിലാണ് വിൽപ്പനയായത്. ഞാൻ പറഞ്ഞത് വീഡിയോയിൽ പറഞ്ഞത് കേട്ട് പുത്തൻകാവലമ്മയ്ക്ക് അറുനാഴി പായസം നടന്നതാണ്. ഇങ്ങനെ എത്ര ആളുകൾ സ്ഥലം വിറ്റിരിക്കുന്നു, വാങ്ങിയിരിക്കുന്നു. പക്ഷെ വിശ്വാസത്തോടെ അമ്മയുടെ മനസ്സ് നിങ്ങൾ ചൊല്ലണം. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം രാവിലെ കുളി ചീറനോടെ വസ്ത്രം കൊടുത്ത് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് മനസ്സ് അമ്മയിൽ ചൊല്ലണം. അമ്മയെ എന്നുള്ള ഭക്തി. പായിപ്പാട് പുത്തൻകാവലമ്മ വിളിച്ചു നിങ്ങളുടെ സ്ഥലം വിൽക്കാനാണേലും വാങ്ങാനാണേലും ആ കാര്യം പറയുക. നടന്നു കഴിയുമ്പോൾ ഒരു വെള്ളിയാഴ്ച വന്ന് പായിപ്പാട് പുത്തൻകാവി അമ്മയ്ക്ക് 6 നാഴി പായസം ചെയ്തേക്കാമെന്ന് പറയുക. പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇനി ഒരു തവണ നേർന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് മാറ്റമില്ല, ഒന്നുകൂടെ നേരുക, ഒരു വെള്ളിയാഴ്ച നേരുക. കാരണം എപ്പോഴും നമ്മുടെ മനസ്സങ്ങ് ചെല്ലണമെന്നില്ല. എത്ര ആളുകളാണ് സ്ഥലം വിറ്റിരിക്കുന്നു, വാങ്ങിയിരിക്കുന്നു. ഇന്ന് പുത്തൻകാവലമ്മയിൽ വന്ന അമ്മയുടെ അനുഭവം പറഞ്ഞു. 2 സ്ഥലം വിൽപ്പനയായത്. ഞാൻ തന്നെ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാത്ത എത്രയുണ്ട്. ഇതൊന്നും ചിലർ കാണത്തില്ല വീഡിയോ. എന്നിട്ട് എന്നോട് വാട്സപ്പിൽ ചോദിച്ചോളൂ, സാറേ സ്ഥലം വിൽക്കാനുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കും. എന്തോന്നറിയോ, ഒരാളൊരു സ്ഥലം വിൽക്കാൻ വേണ്ടി ആലോചിക്കുന്നത് അത്ര നിവർത്തികേട് കൊണ്ടാണ്. കാരണം ഒന്നുകിൽ സ്ഥലം വിറ്റിട്ട് എന്തെങ്കിലും കടം വീട്ടണമായിരിക്കും, അല്ലെ പിള്ളേരെ കെട്ടിക്കണം, മക്കളെ കെട്ടിക്കണമായിരിക്കും, അല്ലെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. അതുപോലെ ബുദ്ധിമുട്ടാകുമ്പോഴേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കും, നിങ്ങൾ വീഡിയോ കാണാത്ത വളരെ മോശമാണെന്ന് പറയും. കാരണം ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നുണ്ട്, മിക്കവാറും വീഡിയോയിലും പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം ഒരാളുടെ ജോലി ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലേ ചോദിക്കുന്നത്, അത് ഞാൻ പറഞ്ഞു കൊടുക്കും. ഈ പുത്തൻകാവലമ്മയാണ് വഴിപാടാണത്. പിന്നെ ഒരാൾ എനിക്ക് വാട്സാപ്പിൽ ഒരു ഫോട്ടോ ഇട്ടു, അവരുടെ കടയുടെ ഫോട്ടോ. അത് വാട്സാപ്പിൽ കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളെ കാണിക്കേണ്ട എനിക്ക് അറിയത്തില്ല എങ്ങനെ, അതുകൊണ്ടാണ് വാട്സാപ്പിൽ കിടപ്പുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ പുള്ളി മെസ്സേജ് ചെയ്തിരിക്കുകയാണ്, സാറേ ഈ കടയുടെ എല്ലാ ക്രെഡിറ്റും സാറിനാണ്. അതിന് എനിക്ക് എന്തിനാണ് ക്രെഡിറ്റ് തരുന്നത്? എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താണ് ആ കട അങ്ങനെ ആയത്. എന്തൊരു സന്തോഷമാണെന്നറിയാം. എനിക്കൊരു കട ഇടുന്നതിനെക്കാട്ടി സന്തോഷമുണ്ട്. പിന്നെ ഞാനിന്ന് പുത്തൻകാവലമ്പലത്തിൽ ചെന്നപ്പം ഒരു തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു പ്രായമുള്ള ഒരു ആളാണ്. അദ്ദേഹം ഈ റെയിൽവേ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഇത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞു, ഇപ്പം നമുക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. എന്നിട്ട് ചിലപ്പം ഫലമില്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് എന്തായാലും തുടരണം. അതിൻ്റെ കൂടെ നമുക്ക് പായിപ്പാട് പുത്തൻകാവലമ്മയ്ക്ക് 7 ദിവസം സർവ്വരോഗ ശമന സൂക്തം കൂടെ എണ്ണാഭിഷേകം ചെയ്യുന്നതല്ല, ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? നല്ല ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടി.
അദ്ദേഹം അത് ചെയ്തു. അദ്ദേഹത്തിന്റെ കാലിന് ഒരുപാട് മാറ്റം ഉണ്ടായെന്ന് ആ പുത്തൻകാവലന്മാർ അവിടെ നിന്ന് അദ്ദേഹം എന്നോട് പറയുന്നു. എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ. അതാണ് അതാണ് അല്ലാതെ ചുമ്മാ നമ്മൾ കുറെ നക്ഷത്രവും അത് ഇതും പറഞ്ഞ് ചുമ്മാ മനുഷ്യനെ ഇട്ട് ഓടിക്കുന്നോ അല്ലെ എന്നെ കാണാൻ നാളെ വാ മറ്റന്നാൾ വാ, ഇതൊന്നുമല്ല സത്യമുള്ള കാര്യങ്ങൾ. ഒരാളുടെ ജീവിതം മാറാൻ ഞാൻ വീഡിയോ പറഞ്ഞ കാര്യം കേട്ട് പുള്ളി ചെയ്തതാണ്. ഒരുപാട് മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. പിന്നെ ഇന്നലെ രണ്ടുപേര് മെസ്സേജ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ കർപ്പൂരം കത്തിച്ച് ഓം ശ്രീ കുലദേവതായെ നമഃ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ കുടുംബക്ഷേത്രത്തിൽ അവർക്ക് ശരിയായിട്ടുള്ള കുടുംബക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റി. ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. നമ്മളിപ്പോൾ ഈ ശരിക്കുമുള്ള കുടുംബദേവതയെ അറിയാൻ ഇതുപോലെ കർപ്പൂരം കത്തിച്ചിട്ട് രാവിലെയും വൈകിട്ടും ഓം ശ്രീ കുലദേവതായ നമഃ എന്ന് ജപിക്കുക. ഇത് എൻ്റെ അച്ഛൻ്റെ കുടുംബദേവത പ്രണാമം, എൻ്റെ അമ്മയുടെ കുടുംബദേവത പ്രണാമം എന്ന് ആത്മാർത്ഥമായിട്ട് കർപ്പൂരം തൊട്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ യഥാർത്ഥ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ എത്തിയിരിക്കും. അതൊരു രഹസ്യമാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്കുണ്ടായ അനുഭവമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ പങ്കുവെച്ചത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഈശ്വരൻ നന്മയാണ്, അതെപ്പോഴും ഓർത്തോളുക. ഈശ്വരൻ സത്യമാണ്. ഈശ്വരനാണ് എല്ലാം. ഈശ്വരനെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്. അതറിഞ്ഞാൽ അതിനപ്പുറത്തൊരു അറിവില്ല. അതറിയാത്തവൻ എന്തറിഞ്ഞിട്ടും കാര്യമില്ല. അതെപ്പോഴും ഓർത്തോളുക. ഓം നർപ്പവി നർപ്പവി നർപ്പവി.